4 സിനിമകൾ ജയറാമേട്ടനെ വെച്ച് ചെയ്തത് ഞങ്ങള് അംഗീകരിക്കും. പക്ഷേ അങ്ങറ്റത്തിരിക്കുന്ന നമ്മുടെ റീമി ടോമിനെ മലയാളത്തിൽ ആദ്യമായിട്ട് നായികയാക്കി ഒരു സിനിമ ചെയ്തത് കണ്ണൻചേട്ടനാണ്. ആദ്യവും അവസാനമായി അല്ലേ? അതെ, അത് പറയാൻ പറ്റുമോ? അതെങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റില്ലല്ലോ. അത് നീ ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലാതെ വരാത്തത് കൊണ്ടൊന്നും അല്ല. റീമിയൊക്കെ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് മാത്രമാണ്. കണ്ണൻചേട്ടാ, എന്താ വിശേഷങ്ങള്? വളരെയധികം സന്തോഷമുണ്ട് ഈ ജയറാമേട്ടൻ്റെ ഈ പ്രോഗ്രാമിൽ വരാൻ പറ്റിയത്. കാരണം നമ്മൾ മനസ്സിൽ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരുപടി ആൾക്കാർ ഇവിടെയുണ്ട്. ജയറാമേട്ടൻ, പിഷു, റിമി. അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത് ജയറാമേട്ടൻ്റെ 30 വർഷത്തിലേറെയായിട്ടുള്ള ഈ ഒരു യാത്രയിൽ ഒപ്പം കൂടാൻ പറ്റിയതും അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതും തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അല്ല, ഞാൻ എത്രയോ ഡയറക്ടേഴ്സിൻ്റെ കൂടെ, 100 കണക്കിന് ഡയറക്ടേഴ്സിൻ്റെ കൂടെ പല ഭാഷകളിലും മലയാളത്തിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ഒരേ ഡയറക്ടേഴ്സിനെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഓരോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ചില ആൾക്കാരോട് മാത്രം നമുക്കൊരു മാനസികമായിട്ട് ഭയങ്കര അടുപ്പം തോന്നി. അങ്ങനെ അതിപ്പോൾ ഒരു സിനിമ ചെയ്താലും എത്ര സിനിമ ചെയ്താലും അങ്ങനെ 4 സിനിമകൾ കൊണ്ട് ഒരു 40 സിനിമയുടെ അടുപ്പമായിരുന്നു ഞങ്ങൾ മാനസികമായിട്ട്. അതെപ്പോഴും ഇന്നും എന്ത് കാര്യം എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ആ സൗഹൃദം. അതായത് എന്ത് കാര്യമാണേലും ആദ്യം ജയറാമേട്ടനോട് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ല നെഗറ്റീവായിട്ട് എന്താണ് വേണ്ടതെന്നുള്ളൊരു മറുപടി കിട്ടും. അത് തന്നെയാണ് ഇപ്പോൾ ഈ പല സംവിധായകരും പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമ ജയറാമേട്ടൻ്റെ കൂടെ ചെയ്താൽ നമ്മൾ ജയറാമേട്ടൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കും. നമ്മൾ മറിച്ചൊരാളുടെ കൂടെ ചെയ്യുമ്പോഴാണ് അതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നത് ജയറാമേട്ട, ഈ ഒരു എണ്ണം തിങ്കൾ മുതൽ വെള്ളി വരെ മാറ്റി നിർത്തിയാൽ ബാക്കി 3 സിനിമകളിലും ഞാനുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ആടുപുലിയാട്ടം ഞാനുണ്ട്, പട്ടാഭിരാമൻ ഞാനുണ്ട്, അച്ചയൻസിലും ഞാനുണ്ട്. ഞാനും ആ 3 സിനിമയിലും ഭാഗമാകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ് നിങ്ങളുടെ പടത്തില്. എനിക്ക് തിങ്കൾ മുതൽ വെള്ളിവരയില് കഴിഞ്ഞ ആടുപുലിയാട്ടത്തിൽ നല്ലൊരു പാട്ട് പാടാൻ പറ്റി കേട്ടോ. നല്ല ഹിറ്റായ ഒരു പാട്ടായിരുന്നു അത്. അതെ. റീമിയിലോട്ട് എത്തിയതിനെ കുറിച്ച് കണ്ണൻചേട്ടൻ ഒന്ന് പറയൂ. ഒരു നായികയെ ആലോചിക്കുമ്പോൾ റീമിയെ കാസ്റ്റ് ചെയ്യാൻ തോന്നിയ കാര്യം. ആ സിനിമയുടെ കഥയെ ആലോചിച്ച സമയത്ത് ഞങ്ങൾ ജയറാമേട്ടനായിട്ടും അൻ്റെ ചേട്ടനും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോ ഇച്ചിരി മാനസിക ഭ്രാന്തിയുള്ള ഒരു കഥ. റിമി ടോമിയെ പോലെ ഒരാൾ, ആ ക്യാരക്ടറിനെ തന്നെ നമ്മൾ റിമിയുടെ ഒരു സ്വഭാവമായിട്ട് അടുപ്പമുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആലോചിച്ചത്. അവസാനം അത് റിമിയിൽ തന്നെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ആണ്, ചേട്ടാ ഞാൻ ഇതിൽ അഭിനയിച്ച് ശരിയായിട്ടില്ലെങ്കിൽ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പറയരുത്. ഞാൻ ഒരു സിംഗപ്പൂർ ട്രിപ്പിന് പോയി, അത് കാരണം ഒഴിവായെന്ന് പറയാവുന്ന. പറഞ്ഞ് ആദ്യത്തെ 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് അഭിനയിക്കോ ഇല്ലയോ എന്ന് നമുക്കറിയാം. അപ്പൊ അതിനു മുമ്പ് തന്നെ ആൻഡോ ചേട്ടൻ എന്തെങ്കിലും ഡിമാൻഡ്, ഒരു ഡിമാൻഡും ഇല്ല, എങ്ങനെയെങ്കിലും തീർത്താ മതി എന്ന് പറഞ്ഞത് ആൻഡോ ചേട്ടൻ കാര്യമാക്കി. ഒന്നും കിട്ടിയില്ല. ജയറാമേട്ടനൊരു ഗ്യാപ്പ് എടുത്ത് തെലുങ്കിലോട്ട് പോയപ്പോ അവിടെ ഭയങ്കര തിരക്കായി. കണ്ടിന്യൂസ് ആയിട്ട് 10 പടങ്ങളാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ജയറാമേട്ടനെയും ഇപ്പൊ എന്ത് സ്ലിം ആയി നല്ല ബോഡി ഫിറ്റ് ആയിട്ടിരിക്കുന്നു. പക്ഷെ ആ പൊന്നിയിൻ സെൽവൻ ആയ സമയത്ത് എന്താ അങ്ങനെ, അത് ആർട്ടിഫിഷ്യൽ വയറ് പോലെ. ഒറിജിനലായിട്ടും മണിരത്ന എന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞ അതാണ്, നല്ല വയറ് വെക്കണം എന്ന് പറഞ്ഞിട്ട്. അതിന് ചേട്ടൻ എന്തൊക്കെയായിരുന്നു? ഒന്നുമില്ല, ഫസ്റ്റ് ഷൂട്ടിങ് ഏകദേശം ഒരു 6 മാസം അതിനടുത്ത് ഒരു 2-3-4 മാസം അങ്ങനെ ഞാൻ ഗർഭിണിയാൻ തീരുമാനിച്ചത്. എന്നെ നമ്പിയിലേക്ക് എത്തിച്ച ആളാണ് നിൽക്കുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി മണിരത്നത്തിന്റെ ഓഫീസിലിരുന്ന് അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ആൾവാർക്കടിയൻ നമ്പി എന്ന് പറയുന്നത്. അപ്പൊ എനിക്കിതിനെ കുറിച്ച് അറിയാം, അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ബാക്കി ഇന്നൊക്കെയാണ് ചെയ്യുന്നത്, ഇതാണ് ജയറാം ചെയ്യുന്നത്. കഥയൊക്കെ എനിക്ക് വിവരിച്ചു തന്ന് മുഴുവൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചത് എന്നിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു. എൻ്റെ രൂപം നമ്പിയുമായിട്ട് സാമ്യം. നേരെ അകത്ത റൂമിൽ ആദ്യം നമ്പിയുടെ കാരിക്കേച്ചർ വരച്ചതൊക്കെ കാണിച്ചു തന്നു. അത് പണ്ട് കൽക്കി കൃഷ്ണമൂർത്തി വരച്ചിട്ടുള്ള കാരിക്കേച്ചറെ കാണിച്ചു തന്നു. ഞങ്ങൾക്കിപ്പോൾ എവിടെ കൊണ്ടോ എൻ്റെ സാമ്യമുണ്ട്. ഓക്കെ, എന്നാലും എങ്ങനെയാണ് എത്തിയതെന്ന് ചോദിച്ചപ്പോൾ അടുത്ത റൂമിൽ പോയിട്ട് പിഷാരടി എന്നെ വെച്ച് ഡയറക്റ്റ് ചെയ്ത പടമില്ലേ, അതില് ഞാൻ മൊട്ടയടിച്ചൊരു കുതിരപ്പുറത്തിരിക്കുന്നില്ലേ, അതിന് വലിയ ബ്ലോപ്പ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നു. ഇനി അങ്ങനെ അതിന്റെ മേളിലേക്ക് ആ കുടുംബം മാത്രം വെച്ചിട്ട് കാണിക്കേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫോട്ടോ ഒഴിവ്. അത് നോക്കിയപ്പോ അങ്ങനെയാണ് എത്തിയത്. എന്നെ അതിലേക്ക് എത്തിച്ച ആളല്ലേ. എന്താ എങ്ങനെയൊക്കെ പുതിയ ഇപ്പോ വിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ, തമിഴ് മലയാള സിനിമയാണ്. അർജുൻ സാറ്, തമിഴ് അർജുൻ സാറ് നായകനും നിക്കി ഗിൽറാണിയുമായിട്ടുള്ളൊരു സിനിമയാണ്. അതിന് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ലാസ്റ്റ് സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുന്നു.
നേരത്തെ പറയണം കേട്ടോ, ഡേറ്റ് നേരത്തെ തരണം റെക്കോർഡിങ്ങിന്റെ, കുറച്ച് നേരത്തെ തരണം കേട്ടോ. ആയിക്കോട്ടെ. അല്ല, ഈ പ്രീ പ്രൊഡക്ഷൻ അല്ല, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നാ പറഞ്ഞത്. അതായത് ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം, റെക്കോർഡിംഗ് കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ. ഇതാണ് കുരങ്ങന്റെ ഈ പൂമാല കൊടുത്തു എന്ന് പറയുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതാണ് വിഷയം. രസകഥാനായകൻ ജയറാമിലെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തി മലയാള സിനിമയിലെ യുവ പിന്നണി ഗായകരുടെ നിലയിൽ വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. ടാലന്റ് മാത്രം ശരിക്കും നമുക്ക് ഹിറ്റുകൾ സമ്മാനിച്ച ഒരു ഗായികയാണ്. യെസ്. അപ്പൊ നമുക്ക് സ്നേഹത്തോടെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം DRS നിത്യ മാമൻ. നിത്യ, ഹാർട്ടി വെൽക്കം. താങ്ക് യു. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ശരിക്കും നിത്യയുടെ വോയിസ് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ മഞ്ഞ് വീഴുമുള്ള ഒരു കുളിർമയില്ലേ, ആ ഒരു ഫീലാണ്. അല്ല, പാട്ടുകാരുടെ യുണീക്ക് ആയിട്ടുള്ള വോയിസ് ഉണ്ടാവുക. ഒരാളുടെ പാട്ട് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഇത് അവര് പാടിയതാണോ മറ്റേ ആള് പാടിയതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, സംതിങ് യുണീക്ക് എന്ന് പറയുന്നത് ഒരു സിഗ്നേച്ചർ ആണ്. ജയറാമേട്ടനെ നേരിട്ട് കാണുമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് അത് സാധിച്ചിട്ട് ഒരുപാട് സന്തോഷം. ജയറാമേട്ട വാർഡിക്കൽ വെള്ളരിപ്രാവ് സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രസകഥാനായകൻ ജയറാമിന് വേണ്ടിയിട്ട് എന്ത് പാട്ട് പാടും? നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആക്ടറാണ് ജയറാമേട്ടൻ. അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടിലുണ്ട്. സ്പെഷ്യലി ഫീമെയിൽ സോളോസ് ആണെങ്കിലും ജയറാമേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എത്രയോ ജന്മമായി എന്ന്, സമർ ഇൻ ബെത്ലഹേം. സ്നേഹാദ്ര